ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ ഒരു ചിത്രമുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയായ മുരാരി ബാബു 90 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തു വരുന്നതിന്റെ ഒരു ഫോട്ടോയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കുക. ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ട് പുറത്തു വരുന്ന ഒരാളിന്റെ സന്തോഷം തീർച്ചയായും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിയുന്ന വികാരം ഒരുതരം പുച്ഛമാണ്. 90 ദിവസം തന്നെ പിടിച്ചകത്തിട്ടിട്ട് ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കഴിവുകേട് ഓർക്കുമ്പോൾ ഒരാളുടെ മുഖത്തുണ്ടാകാവുന്ന വികാരം. അദ്ദേഹം സാധാരണഗതിയിൽ ജാമ്യം കിട്ടി പുറത്തു വന്ന ഒരു പ്രതിയല്ല. പലവട്ടം ശ്രമിച്ചതാ. അന്നൊക്കെ ജാമ്യം നിഷേധിക്കപ്പെടുകയാണുണ്ടായത്. ഇവിടെ സംഭവിച്ചത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരാളെ റിമാൻഡ് ചെയ്താൽ 90 ദിവസത്തിനകം അയാൾക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് അഥവാ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തേ പറ്റൂ. ഏത് കോടതിയും ജാമ്യം നൽകും. അങ്ങനെ ജാമ്യം വാങ്ങിയാണ് ഇപ്പോൾ നമ്മുടെ മുരാരി ബാബു പുറത്തു വന്നിരിക്കുന്നത്. ആ മനുഷ്യന് അല്ലെങ്കിൽ അതുപോലൊരാൾക്ക് അദ്ദേഹത്തിനെതിരായിട്ട് കേസ് അന്വേഷിച്ച സംഘത്തോട്, പ്രത്യേക അന്വേഷണ സംഘം, അവരോട് തോന്നുന്ന വികാരം ഇതല്ലാതെ മറ്റെന്തായിരിക്കും? സാധാരണ ഒരു പോലീസ് സംഘമല്ലിത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ കീഴില് അല്ലെങ്കിൽ DGPയുടെ കീഴില് അല്ലെങ്കിൽ DGPയുടെ നിയന്ത്രണത്തില് മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിയ ഒരു സംഘമല്ല. കേരള പോലീസിന്റേതാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അവരെ ഹാൻഡ് പിക്ക് ചെയ്തത് അല്ലെങ്കിൽ അവരെ തെരഞ്ഞെടുത്തത് യോഗ്യന്മാരാണെന്ന് കണ്ട് അവരെ നിയോഗിച്ചത് കേരള ഹൈക്കോടതിയാണ്. കേരളത്തിലെ ഉയർന്ന നീതിപീഠമാണ്. അവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ, നിയന്ത്രണത്തിൽ ആണ് അന്വേഷണം നടന്നത്. കാലാകാലങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണമായിരുന്നു. കോടതി അതൊക്കെ വളരെ ഗൗരവമായി കണക്കിലെടുത്ത് അതിന്മേലുള്ള അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയ ഒരു അന്വേഷണമാണ്. നമ്മൾ ഈ പങ്ക്തിയിൽ പോലും ഈ അന്വേഷണ സംഘത്തെ കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണത്തിന് വഴിതെറ്റില്ല എന്നാണ് നമ്മൾ കരുതിയത്. പാളിച്ചകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടും. രാഷ്ട്രീയ സമ്മർദ്ദത്തിന്, ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഇതൊരിക്കലും വഴങ്ങില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചതാ. എന്തൊക്കെ സങ്കല്പങ്ങളായിരുന്നു. കേസ്, റെയ്ഡ്, അറസ്റ്റ്, റിമാൻഡ്, കത്തി, വടിവാള്, AK-47, അങ്ങനെ വലിയ വലിയ സങ്കല്പങ്ങൾ ഈ അന്വേഷണ സംഘത്തെ കുറിച്ച് നമ്മുടെ നാട്ടുകാര്, നമ്മളൊക്കെ വെച്ചു പുലർത്തിയതാ. ഇപ്പൊ അവസാനം എന്താ സംഭവിച്ചിരിക്കുന്നത്? കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിന്റെ പേരില് ഒരു പ്രധാനപ്പെട്ട പ്രതി ജാമ്യം നേടി പുറത്തു വന്നിരിക്കുന്നു. ഒരു അന്വേഷണ സംഘത്തിന് ഇത് അഭിമാനിക്കാൻ പറ്റിയ ഒന്നാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇത് കേസ് വേറെയായിരുന്നു. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസായിരുന്നു. അത് കോടിക്കണക്കിന് ശബരിമല വിശ്വാസികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു. അവരെ ഇതേപ്പറ്റി വളരെ താല്പര്യത്തോടെ വീക്ഷിച്ചിരുന്നതാണ്. ഈ കേസ് എങ്ങനെ വരുന്നു, ആരൊക്കെയാണ് ഇതിലെ പ്രതികൾ, ആരൊക്കെയാണ് സ്വർണം അവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്, ആ സ്വർണത്തിന് എന്ത് സംഭവിച്ചു? പറഞ്ഞാൽ ഈ ശബരിമലയിൽ നിന്ന് പോയ സ്വർണം, അതിന്റെ അളവും അതിന്റെ വിലയും അതിന്റെ മാർക്കറ്റ് വിലയും ഒന്നും അല്ല പ്രശ്നം. അത് സാധാരണ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന സ്വർണത്തിന്റെ വിലയുമായി താരതമ്യപ്പെടുത്താനോ തട്ടിച്ചു നോക്കാനോ സാധിക്കില്ല. അത് നമുക്ക് കണക്കാക്കാവുന്നതിനപ്പുറത്ത് അതിനൊക്കെ അതീതമാണ് അതിന്റെ മൂല്യം, അതിന്റെ വില. പറഞ്ഞല്ലോ, ഈ കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം, അവരുടെ ആദരവ്, അവരുടെ ഭക്തി, അയ്യപ്പനിലുള്ള വിശ്വാസം, അവിടുത്തെ ആചാരങ്ങളിലുള്ള വിശ്വാസം, അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ, വൈകാരികമായ ഒരു സ്ഥിതിവിശേഷം, ഇതൊക്കെ ചേരുമ്പോഴാണ് അതിന്റെ മൂല്യം വരുന്നത്. അത് കണക്കാക്കാൻ പറ്റുന്നതല്ല. അത്രയ്ക്ക് വിലയേറിയ സ്വർണമാണ് അവിടുന്ന് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഇപ്പൊ അതാ അതിലൊരു പ്രധാന പ്രതി ജാമ്യം കിട്ടി പുറത്തു വന്നു. ജാമ്യം കിട്ടി പുറത്തു വന്നതിനെ കുറിച്ചല്ല പറയുന്നത്. കോടതിക്ക് തോന്നിയാൽ ജാമ്യം നൽകാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇത് അന്വേഷണ സംഘത്തിന് പറ്റിയ വലിയൊരു വൻ വീഴ്ച കൊണ്ട്, അതുകൊണ്ട് മാത്രം മുരാരി ബാബു എന്ന് പറയുന്ന പ്രതി ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുക. ഇനി മോചിതനാകാൻ പോകുന്നത് ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനകം ജാമ്യം കിട്ടിക്കഴിഞ്ഞു. ദ്വാരപാലക പാളിയിലെ സ്വർണം കവർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ. അതെങ്ങനെ കിട്ടിയതാ? അതും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് കൊണ്ട്, അല്ലെങ്കിൽ 90 ദിവസമായിട്ടും ഈ ചാർജ് ഷീറ്റ് കോടതിയിൽ നൽകാത്തത് കൊണ്ട്. ആ കേസിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി നിൽക്കുക. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ രണ്ടാമതൊരു കേസുണ്ട്. കട്ടിടപ്പാളിയിലെ സ്വർണം കവർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ്. അത് കുറെ കഴിഞ്ഞിട്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ കാലാവധി ഏതാണ്ട് ഫെബ്രുവരി 1-ാം തീയതി തീരുക. ആ ദിവസത്തിനകം, ആ തീയതിക്കകം ഈ കേസിന്മേലുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതുപോലെ വൈകുന്നേരം ജയിലിന്റെ കവാടം കടന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. ഇറക്കിയേ പോറ്റിയെ ഇറക്കിയേ, അന്വേഷണം പാളിയേ
എന്നൊരു പാട്ട് പാടാം. അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല, നിയമം അതാണ്. അല്ലെങ്കിൽ അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിച്ച് കുറ്റപത്രം നൽകണം. മുരാരി ബാബുവിന്റെ കാര്യത്തിൽ ഉണ്ടാവാത്ത കുറ്റപത്രം ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഉണ്ടാകുമോ? ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് കേരളമാണ്. കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒന്നാം തരം തെളിവായിട്ട് നമുക്ക് ഇതിനെയൊക്കെ കാണാം. വലിയൊരു ജനവിഭാഗം താല്പര്യപൂർവ്വം നോക്കിക്കാണുന്ന ഒരു കേസ്, അവരുടെയൊക്കെ വിശ്വാസങ്ങളുമായി ആചാരങ്ങളുമായി ബന്ധമുള്ള കേസ്, അവരേറ്റവും വിലമതിക്കുന്ന ഒരു ആരാധനാമൂർത്തിയുമായി ബന്ധപ്പെട്ട കേസ്, അതിന് സംഭവിച്ച ദുർഗതിയാണ് ഈ പറയുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതികൾക്ക് എതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് കൊണ്ട് അവരൊക്കെ മോചിതരാകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ കേരളം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറ്റപത്രം വൈകുന്നത്? ഈ കേസിന്റെ ചുമതലയുള്ള ഹൈക്കോടതി തന്നെ പലവട്ടം ഓർമ്മിപ്പിച്ചതാണ്. സമയത്തിന് കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ അവരൊക്കെ ജാമ്യം കിട്ടി പുറത്തു പോകുമെന്നുള്ളത്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ കളിയുണ്ട്, ഒരു കള്ളച്ചൂതുണ്ട്, ഒരു കള്ളക്കളിയുണ്ട്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? നമ്മുടെ കേരള ഗവൺമെന്റും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പും DGP-യും ഇതിനെയൊക്കെ നയിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന്, അവരൊക്കെ പൊട്ടന്മാരാണെന്ന്. ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വരട്ടെ എന്നോ അല്ലെങ്കിൽ മുരാരി ബാബു മോചിതനാവട്ടെ എന്നൊന്നും അല്ല. രണ്ട് പ്രമുഖ CPM നേതാക്കൾ ഇപ്പോൾ അഴിയെണ്ണിക്കൊണ്ടിരിക്കുക, ജയിലിലാണ്. അവർക്ക് വേണ്ടി ജാമ്യ ഹർജികൾ പലതും സമർപ്പിക്കപ്പെട്ടു. വാസുവിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ ഈശ്വരനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ്. പിന്നീട് ശങ്കരദാസിന് വേണ്ടി ജാമ്യം ചെന്നപ്പം കോടതി വീണ്ടും ചോദിച്ചു, നിങ്ങൾ ദൈവത്തിന്റെ മുതല് കട്ടല്ലോ എന്ന്. അത്തരത്തിലുള്ള പരാമർശങ്ങള് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായ കേസായത്. ഈ രണ്ട് പ്രതികള് CPM-ന്റെ നേതാക്കള്, അവര് ജയിലായിട്ട് കുറെ കാലമായി. CPM-ന്റെ മറ്റൊരു ബോർഡ് മെമ്പറും CPI-യുടെ ബോർഡ് മെമ്പറും ഇപ്പോൾ ജയിലിലാണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഈ പത്മകുമാറിനും വാസുവിനും ജാമ്യം കിട്ടാത്ത സാഹചര്യത്തിൽ അവരെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അത് CPM-ന്റെ നിർബന്ധ ബുദ്ധിയാണ്, ആ പാർട്ടിയുടെ ആവശ്യമാണ്. അവര് പാർട്ടിയുടെ നേതാക്കളായി ഈ പ്രതികളെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പത്മകുമാറിനൊക്കെ നേരത്തെ പാർട്ടിയിൽ എന്ത് സ്ഥാനമുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴുമുണ്ട്. ഒരു നടപടിയെടുക്കാൻ പോലും CPM ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടത് ഈ 90 ദിവസത്തെ കാലാവധി കഴിയണം, അതിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കരുത് പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെ വന്നാൽ ഇവർക്ക് ഊരിപ്പോരാം, പത്മകുമാറിന് പോരാം, വാസു മോചിതനാവും. എന്നിട്ട് ഗോവിന്ദൻ മാഷിനെ പോലെയുള്ള നേതാക്കൾ പറയും, അല്ലെങ്കിൽ കാപ്സ്യൂളിറക്കും, കണ്ടില്ലേ ഇപ്പോ ഞങ്ങളുടെ നേതാക്കൾ ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുക, ഞങ്ങൾക്കിത് അറിയാമായിരുന്നത് കൊണ്ടാണ് അവർക്കെതിരെ നടപടികളൊന്നും എടുക്കാതിരുന്നത് എന്ന്. ഒന്നാം പ്രതി അടക്കമുള്ളവർക്ക് ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്ത അന്വേഷണ സംഘം പത്മകുമാറിന്റെയും അതുപോലെ വാസുവിന്റെയും തടവ് 90 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കുമോ? ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ അതിനുള്ള യാതൊരു സാധ്യതയുമില്ല. അവരെല്ലാവരും പുറത്തിറങ്ങുക തന്നെ ചെയ്യും. ഭാഗികമായ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കേരള പോലീസിന്റെ തന്നെ ചരിത്രത്തിൽ ഒരു വലിയ കുറവായി, വീഴ്ചയായി, കറയായി ചരിത്രത്തിൽ കിടക്കും, യാതൊരു സംശയവും വേണ്ട. പറഞ്ഞല്ലോ, ഇത് സാധാരണ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധനവാന്റെ വീട്ടില് സൂക്ഷിച്ചു വെച്ചിരുന്ന കുറേ സ്വർണങ്ങള് 10, 100, 1000 പവൻ ഏതെങ്കിലും ഒരു കൊള്ള സംഘം മോഷ്ടിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണമല്ല. അയ്യപ്പന്റെ സ്വർണമായിരുന്നു. കോടിക്കണക്കിന് ആളുകൾ ഭക്തിയാദരപൂർവ്വം വണങ്ങുന്ന ശബരിമല അയ്യപ്പന്റെ സ്വർണം വലിയ അന്വേഷണമായിരുന്നു, നമ്മളെല്ലാവരും പ്രശംസിച്ചതാ. പക്ഷേ ഈ മോഷണം പോയ സ്വർണം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ SITക്ക് സാധിച്ചിട്ടില്ലെന്നേ. അതാണ് ഈ അന്വേഷണത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ സംഭവം. അവരവിടെയുള്ള രേഖകളും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചു, തെളിവുകളെടുത്തു, മൊഴിയെടുത്തു, കവർച്ചയ്ക്ക് ഉത്തരവാദികളായവരെ പിടിച്ചു, ജയിലിലാക്കി. അതിനപ്പുറത്ത് തൊണ്ടി കണ്ടെത്തണ്ടേ? മോഷണം പോയ സ്വർണം എവിടെ? ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് പറയുന്നത്, നേരത്തെ പറഞ്ഞിരുന്നത്, അത് ചെന്നൈയിലോ മറ്റോ കൊണ്ടുപോയി ഉരുക്കി വിറ്റു. ഈ പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് അത് ഉരുക്കി വിറ്റു എന്നുള്ളതാണ്. മറ്റൊരു സംശയമുള്ളത്, ഇത് ആ പാളികളായിട്ട് തന്നെ വിദേശത്തേക്ക് എവിടേക്കാണ് കടത്തിയോ? ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഈ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പത്തിന്റെ പാളികളും ഒക്കെ അതേപടി കിട്ടിയാല് ചോദിക്കുന്ന വിലകള് മില്യൺസോ ബില്യൺസോ കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ധനവാന്മാരുണ്ട് ഈ രാജ്യത്ത്, അല്ലെങ്കിൽ വിദേശത്ത്. അത് വിദേശത്തേക്കാരെങ്കിലും കടത്തിയോ? ഇപ്പോഴും കൃത്യമായ ഒരു ധാരണ നമ്മുടെ അന്വേഷണ സംഘത്തിനില്ല. അവർ തൊണ്ടി മുതൽ എന്ന പേരിൽ ഒരു 1 കിലോ സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണത്തിന്റെ ഭാഗമാണെന്ന് യാതൊരു തെളിവുമില്ല. അങ്ങനെ വിശ്വസിക്കാൻ മതിയായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെന്നേ. അങ്ങനെ ഉറപ്പില്ലാത്ത, അതായത് മോഷണം പോയ
അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പില്ലാത്ത സ്വർണം കസ്റ്റഡിയിൽ എടുത്തത് തന്നെ നിയമവിരുദ്ധമാണ്. അതും നാളെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ ഈ വലുതായി കണ്ട ഈ അന്വേഷണം എവിടെയോ പാളിയോ? കേരളത്തിലെ ജനങ്ങള് ശബരിമല വിശ്വാസികൾ ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതെല്ലാം കവറപ്പ് ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരിക, CPM അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം ശബരിമല കവർച്ചയായിരുന്നു, സ്വർണ്ണ കവർച്ചയായിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞിടിക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ അതിനെ ഏതെങ്കിലും രീതിയിലൊന്ന് കവറപ്പ് ചെയ്യണം. അതിനാണ് ഈ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം, അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം, അതിനൊക്കെ വലിയ പബ്ലിസിറ്റി ഈ സർക്കാരിനെ പിന്താങ്ങുന്ന ചാനലുകൾ നൽകുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നൽകുന്നത്, സോഷ്യൽ മീഡിയ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ വേറെയും ചിത്രങ്ങളുണ്ട്. പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ആവശ്യത്തിനുള്ള ഒരു ആംബുലൻസിന്റെ താക്കോൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സാക്ഷാൽ പിണറായി വിജയൻ സ്വീകരിക്കുന്ന ചിത്രം ഇവിടെ ഉണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഇവരുമായി നിൽക്കുന്ന നിരവധി ചിത്രങ്ങള്, വീട്ടിൽ പോയതിന്റെ ചിത്രങ്ങള്, അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. സോണിയാഗാന്ധിയെ അവിടെ ഡൽഹിയിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കണ്ട ഒരു ചിത്രം, അടൂർ പ്രകാശിന് ഒരു കല്യാണക്കുറി കൊടുക്കുന്ന ചിത്രം, ഏതോ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത് പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം, ഇതൊക്കെ കാണിച്ച് വലിയ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ കുറ്റപത്രം വൈകിച്ച് പ്രതികളെ പുറത്തിറക്കി ഈ കേസിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ അന്വേഷണം ഇങ്ങനെ പാളിപ്പോയതിന്റെ ഒരു കാരണം പുറത്തു വന്നിട്ടുണ്ട്. അതായത് സർക്കാരിന് ഈ ശബരിമലയിൽ നടന്ന കവർച്ചകളില് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കൂടി ഒന്ന് പിടിച്ചിടണമായിരുന്നു. അതിങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് കോൺഗ്രസിന്റെ അംഗങ്ങൾ കൂടി ഡയറക്ടർ ബോർഡ് ഉണ്ടായിരുന്ന കാലത്ത് ഒരു കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണമായി വലിയ പുകിലായിരുന്നു. ഇപ്പൊ കോൺഗ്രസ്സുകാരെ പിടിക്കും, ചിലപ്പോൾ പിടിച്ചങ്ങ് അറസ്റ്റ് ചെയ്യും, എന്നിട്ട് അവരെ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പെടുത്തും എന്നൊക്കെ. അതിനുവേണ്ടി ഈ അന്വേഷണ സംഘത്തെ സർക്കാർ ഉപയോഗിക്കുകയായിരുന്നു. അവരുടെ അന്വേഷണം പ്രധാനമായിട്ട് ഇതൊന്നുമല്ല, സ്വർണ്ണ കവർച്ചയാണ്. അതിനിടയിൽ കൊടിമരം പുനഃപ്രതിഷ്ഠിച്ചതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയി. അപ്പോഴീ സ്വർണ്ണ കവർച്ച പുറകോട്ട് തള്ളിപ്പോയി. അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ നമ്മൾ നേരത്തെയും കണ്ടതാ, കോടതി അത് ചൂണ്ടിക്കാണിച്ചതാ. അതായത് പ്രധാനപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. കോടതി ഇടപെട്ടതിനെ തുടർന്നാണ് 2 അംഗങ്ങളെ, ശങ്കർദാസ് അടക്കമുള്ള അംഗങ്ങളെ അറസ്റ്റ് ചെയ്തത്. ശങ്കർദാസിനെ പെട്ടെന്ന് അത്യാസന്ന നിലയിലാണെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിലാക്കി. അപ്പോഴും കോടതിയാണ് ഇടപെട്ടത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് മൂർധന്യത്തില് അതിന്റെ പ്രചാരണം ചൂടുപിടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അന്വേഷണം മന്ദീഭവിച്ചു. ഇതെല്ലാം ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതാ. ഈ വീഴ്ചകളൊക്കെ ഹൈക്കോടതിക്ക് നന്നായിട്ട് അറിയാം. സ്വർണ്ണ കവർച്ച അന്വേഷിക്കേണ്ട സമയത്ത് ഇവർ കൊടിമരത്തിന്റെ പിന്നാലെ പോയി. അപ്പൊ എവിടെയാണ് കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാൻ സമയം കിട്ടുന്നത്? അതിന്റെ ഈ തിരക്കില് എന്തോന്ന് കുറ്റപത്രം ഇല്ലാത്ത സാഹചര്യത്തില് പ്രതികളെ മോചിതരായാൽ ആർക്ക് എന്ത് ഛേദം?